തിരഞ്ഞെടുപ്പ് അവസാനത്തോടടുത്തു. ജൂൺ 4-ന് ജനവിധി എന്താണെന്നറിയാം. അവകാശവാദങ്ങളും പ്രവചനങ്ങളും വളരെ സജീവം. പരിചയസമ്പന്നരായ തിരഞ്ഞെടുപ്പ് വിദഗ്ധർ മുതൽ പുതുമുഖങ്ങൾ വരെ നിഗമനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നു. പ്രവചനത്തിനോ പ്രഖ്യാപനത്തിനോ അല്ല. 2019 BJP ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച 40 സീറ്റുകളിലെ ബലം എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എൻ്റെ പേര് ശരത്ത്. ഏവർക്കും സ്വാഗതം. 303 എന്ന സീറ്റ് എണ്ണം 2019 BJPക്ക് നൽകിയ ആത്മവിശ്വാസം വളരെ വലുതാണ്. തങ്ങളുടെ നയങ്ങൾ മറ്റു തടസ്സങ്ങളില്ലാതെ നടപ്പാക്കിയെടുക്കാൻ അധികാരത്തിലെത്തിയ രണ്ടാം മോദി സർക്കാരിന് സാധിച്ചതും ഈ സീറ്റെണ്ണത്തിന്റെ ബലം തന്നെ. വളരെ ദുർബലമായ പ്രതിപക്ഷ എതിർപ്പുകൾ വകവയ്ക്കാതെ മുന്നേറിയ സർക്കാരിനെയാണ് 2019 മുതൽ 2024 വരെ രാജ്യം കണ്ടത്. രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ചർച്ചയാവുന്നതും ഈ സീറ്റെണ്ണം തന്നെ. 303 എന്ന വലിയ നേട്ടത്തിലേക്ക് BJP എത്തിയപ്പോൾ അതിൽ 40 സീറ്റുകളിൽ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. കുറവാണെന്ന് പറഞ്ഞാൽ 181 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം വരെയുണ്ട്. ആ സീറ്റുകൾ BJPക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. പരസ്പരം പോരാടി വോട്ട് ഭിന്നിപ്പിച്ച 2019 പ്രതിപക്ഷമല്ല 2024 പ്രതിയോഗികൾ എന്നതാണ് BJPയെ ആശങ്കയിലാക്കുന്നത്. എന്നാൽ ഈ ഐക്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. മൂന്നാമതും അധികാരത്തിൽ വരാൻ ഈ 40 സീറ്റ് ഒഴിച്ചുള്ള ഒരു കണക്ക് BJPക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല. ചുരുങ്ങിയ വോട്ടിൽ വിജയിച്ച 40 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങൾ BJP ഇക്കുറി വലിയ നേട്ടം പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശിലാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വെവ്വേറെയാണ് ഉത്തർപ്രദേശിൽ മത്സരിച്ചിരുന്നത്. BSP പിന്തുണ SPക്ക് ഉണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം പലയിടത്തും വോട്ട് ഭിന്നിപ്പിച്ചു. എന്നാൽ ഇത്തവണ അത് ഉണ്ടാകില്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തൽ. BSP ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. എന്നാലും യാതൊരു ഇളക്കവും സൃഷ്ടിച്ചേക്കില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. മായാവതി എന്ന പഴയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ കാര്യമായ ഇടപെടലോ പ്രചാരണമോ കാണാത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. 2009 രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഈ 40 സീറ്റുകളിൽ BJPക്ക് നേടാനായത് വെറും 7 സീറ്റുകൾ മാത്രം. അന്ന് ഇതിൽ 23 സീറ്റുകളും നേടിയത് അതത് പ്രദേശത്തെ ചെറു കക്ഷികളായിരുന്നു. അതിൽ ഭൂരിഭാഗവും ഇന്ന് ഇന്ത്യ സഖ്യത്തിനൊപ്പമാണെന്നതും പ്രതിപക്ഷ നേതാക്കളുടെ പ്രതീക്ഷകൾക്ക് കരുത്തു നൽകുന്നുണ്ട്. കുറഞ്ഞ മാർജിനിൽ BJP ജയിച്ച 40 മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ മജ്ലിസ് സഹർ. വെറും 181 വോട്ടുകൾക്കാണ് അന്നത്തെ SP-BSP മുന്നണിയിലെ സ്ഥാനാർത്ഥിയായ ത്രിഭുവൻ റാമിനെ പരാജയപ്പെടുത്തി BJPയുടെ ബോലോനാഥ് വിജയിച്ചത്. 1000-നും 2000-നും ഇടയിൽ BJPക്ക് ഭൂരിപക്ഷം ലഭിച്ച 2 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ജാർഖണ്ഡിലെ ഗുന്തിയും കർണാടകയിലെ ചാമരാജനഗറും. 1445, 1817 എന്നിങ്ങനെയായിരുന്നു യഥാക്രമം BJP സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം. പശ്ചിമ ബംഗാളിലെ ബർദമാൻ ദുർഗാപൂർ, ഉത്തർപ്രദേശിലെ മീററ്റ് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 2000-നും 5000-നും ഇടയിലായിരുന്നു. 5000 മുതൽ 10000 വരെ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ച 5 മണ്ഡലങ്ങളുണ്ട്. ഉത്തർപ്രദേശിലെ മുസഫർനഗർ, ഛത്തീസ്ഗഡിലെ കാങ്കർ, ഹരിയാനയിലെ റോഹക്, ഒഡീഷയിലെ സംബൽപൂർ, പിന്നെ ദാമൻ ദിയു. 10000 മുതൽ 20000 വരെ BJP ഭൂരിപക്ഷം നേടിയ 13 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. 17 ലോക്സഭാ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 20000-നും 50000-നും ഇടയിലാണ്. 2009 ഈ 40 മണ്ഡലങ്ങളിൽ ഏതൊക്കെ പാർട്ടികൾ എത്രയൊക്കെ സീറ്റുകൾ വിജയിച്ചു എന്നുകൂടി പരിശോധിക്കാം. കോൺഗ്രസിന് അന്ന് ലഭിച്ചത് 11 സീറ്റ്, BJPക്ക് 7, സമാജ്വാദി പാർട്ടിക്ക് 6, BSPക്ക് 4, ബിജു ജനതാദൾ 3, CPIM 2, JDU 1, തൃണമൂൽ കോൺഗ്രസ് 2, RSP 1, RLD 1, JMM 1, സ്വതന്ത്രൻ 1. നേരത്തെ പറഞ്ഞല്ലോ, ഈ 40 സീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കണക്ക് BJPക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. ഈ 50000 എന്ന ഭൂരിപക്ഷത്തിന് എങ്ങോട്ട് വേണമെങ്കിലും മറയാവുന്നതാണ് എന്നാണ് ഇലക്ഷൻ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായം. അപ്പോൾ ഈ 40 സീറ്റിൽ എത്ര സീറ്റ് BJPക്ക് നിലനിർത്താനാകും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ നിന്ന് എന്ത് നഷ്ടം സംഭവിച്ചാലും അതിനെ മറികടക്കാൻ രീതിയിലുള്ള നേട്ടം മറ്റെവിടെ നിന്ന് കിട്ടും എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി.